പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വിക്രമത്തെ ആണെങ്കിൽ വേദ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ആരും കാണാതെ തന്നെ മുറിയിൽ ഒളിപ്പിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ശ്രീകാന്ത് ആണെങ്കിൽ വിക്രത്തെ തിരക്കി എല്ലായിടത്തും നടക്കുന്നുണ്ട്. വിക്രം എവിടാണെന്ന് ഒരു ഊഹവുമില്ല. മാത്രവുമല്ല, വേദയാണ് അവനെ ഒളിപ്പിച്ചേക്കുന്ന ഒരു സംശയമുണ്ട്. പക്ഷെ വേദയുടെ കയ്യിൽ നിന്ന് ഒരു തെളിവും ശ്രീകാന്തിന് കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് സാബു പറയുന്നുണ്ട്, ഇനി വേദ എങ്ങാണോ ഒളിപ്പിച്ചിട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ വീട്ടിലും കൂടെ ഒരു പരിശോധന നടത്തണം എന്ന് പറഞ്ഞ് കുറേ പോലീസുകാർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വേദയുടെ മുറിയൊക്കെ പരിശോധനയൊക്കെ നടത്തിയിട്ടും വിക്രത്തെ കിട്ടുന്നില്ല. വിക്രത്തെ വേദ ഒളിപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് തന്നെ ഇവർക്ക് വേദയിലുള്ള സംശയം പൂർണ്ണമായിട്ടും മാറിയില്ല. അപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും പറയുകയാണ്, ഇനി വേറെ എവിടെയെങ്കിലും അവനെ ഒളിപ്പിച്ച് കാണും, അതായിരിക്കും. എന്തായാലും മുറി പരിശോധനയ്ക്ക് അവളെ കിട്ടിയില്ലല്ലോ എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പം അവൾ വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തണം എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. അങ്ങനെ വേദയാണ് ഒളിപ്പിച്ചതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി കണ്ടെത്തണം, അതാണ് അവരുടെ ലക്ഷ്യം. ഇതിൻ്റെയൊക്കെയാണെങ്കിൽ വേദ വിക്രത്തിനടുത്ത് പറയുന്നുണ്ട്, വിക്രത്തിന് കൂടുതൽ ദിവസം ഇവിടെ ഒളിച്ചിരിക്കുക വലിയ പാടായിരിക്കും. ഇവിടെ അല്ല, എവിടെ ആണെങ്കിലും അവർ കണ്ടെത്തും. എത്രയും പെട്ടെന്ന് വിക്രത്തെ കണ്ടെത്തണം, എന്നിട്ട് വാസവൻ്റെ ആൾക്കാരെ കൊണ്ട് കൊല്ലിക്കണം. അതാണ് എൻ്റെ ചേട്ടൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ ആഗ്രഹം. അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വേദ വിക്രത്തിനടുത്ത് പറയണം. അപ്പോൾ വിക്രം പറയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ആ പുളിക്കനെ കണ്ടെത്തുക. അവന് മാത്രം അറിയാം വരുണിനെ കൊന്നവൻ്റെ പിന്നിൽ ആരാണെന്ന്. അവനല്ലേ എന്നെ കണ്ടെന്ന് പറഞ്ഞത്. അപ്പം അവന് കൃത്യമായിട്ടറിയാം ആരാണ് അന്ന് കൊന്നതെന്നും. അന്ന് ഞങ്ങൾ രാത്രി ഒരു ദിവസം അവനെ പിടിച്ചു നിർത്തിയപ്പം അവൻ പറഞ്ഞായിരുന്നു, ഇതാരുടെയോ പ്ലാനാണെന്ന്. എന്നെയും വരുണിനെയും ഒരേപോലെ കൊടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യമെന്ന് വിക്രം പറയാണ്. അത് ആരാണെന്ന് ആ പുളിക്കൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കണം. അവന് കൃത്യമായിട്ടറിയാം. അവനിപ്പോൾ ഒളിവിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിൻ്റെ ഇടയ്ക്ക് ആരോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്, അതുറപ്പാണ്. അത് പുളിക്കനറിയാം ആരാണെന്ന്. അവരുടെ കയ്യിൽ നിന്നും പുളിക്കാൻ ചിലപ്പോൾ മുങ്ങി നടക്കുകയായിരിക്കും. ഇനി അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ വെച്ചേക്കത്തില്ല. കാരണം ഇനി നമ്മളെങ്ങാണ് അവനെ പിടിച്ച് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കളിച്ച ആരാണെന്ന് അവൻ എല്ലാവരുടെ അടുത്തും പറയുമെന്നറിയാം. അതുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടിയാലും അവർ ചിലപ്പോൾ അവനെ വെച്ചേക്കത്തില്ല എന്ന് വിക്രം പറയാണ്. അപ്പം വേദവിക്കാണ്, ഇനി നമ്മൾ എന്തോ ചെയ്യും എന്ന് പറയാണ്. അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എങ്ങനെയും പുളിക്കനെ കണ്ടെത്തണം, സത്യം തെളിയിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് വിക്രം പറയാണ്. അപ്പോൾ വേദ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, വിക്രത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഇനി ഏത് വഴിയിൽ നമ്മൾ കണ്ടെത്തും എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, ഞാൻ ഒരു കാര്യം പറയാം, ആ കാര്യം നീ കേൾക്കുമില്ലോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പം നമ്മളെ സഹായിക്കാൻ ശ്രീനി സാറിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം വേദ ഇങ്ങനെ ദേഷ്യം നോക്കുവാണ്. അപ്പം വിക്രം പറയുന്നത്, ദേഷ്യമൊന്നും നോക്കണ്ട, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്, എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഇനിയിപ്പം പുളിക്കനെ കണ്ടെത്തുക. എന്തായാലും അച്ഛനും ചേട്ടന്മാർക്കൊന്നും പുളിക്കനെ കണ്ടെത്താനുള്ള പറ്റത്തില്ല. അതുകൊണ്ട് ഇനി നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് ശ്രീനി സാറിനും പുറത്തേക്കുന്ന രാജേട്ടനും അനിയൻകുട്ടനും കണക്കെ സഹായിക്കാൻ പറ്റൂ. രാജേട്ടനും അനിയൻകുട്ടനും പുളിക്കനെ തിരക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അവരെ കൊണ്ട് മാത്രം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീനി സാറിനെ നീ ഒന്ന് കാണണം. പുളിക്കൻ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം സാർ ഇപ്പോഴേ അറിഞ്ഞു കാണും. എന്തായാലും രാജേട്ടനും ജോസഫൊക്കെ ചെന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ അന്വേഷണം നടത്തി തുടങ്ങി കാണും. നീയും കൂടെ ചെന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തും. അവനെ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് സത്യം തെളിയിക്കാനും അതേപോലെ എനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തുള്ളൂ. ഈ സത്യം തെളിഞ്ഞാൽ മാത്രമേ ശ്രീനി സാറിന് ജയപ്രതീക്ഷയുള്ളൂ. അതുകൊണ്ട് സാർ ഇത് ചെയ്യും. അതുകൊണ്ട് നീ തന്നെ എത്രയും പെട്ടെന്ന് ശ്രീനി സാറിനെ കണ്ട് ഈ കാര്യം ബോധിപ്പിക്കണമെന്ന് പറയുകയാണ്. വേദയ്ക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും പറയുന്നുണ്ട്, ഞാൻ കാണാം എന്നും പറയുകയാണ്. അങ്ങനെ വേദയാണെങ്കിൽ നേരെ ശ്രീനി സാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം വേദയെ കാണുമ്പോൾ ശ്രീനി സാർ ചോദിക്കുന്നുണ്ട്, എന്താ വേദ ഇങ്ങോട്ട് വന്നത്, എന്നെ കാണാൻ അങ്ങനെ വരാക്ക പതിവില്ലല്ലോ, ഇപ്പം എന്താണ് വല്ല കേസുമായി ബന്ധപ്പെട്ടാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ പറയുകയാണ്, ഞാൻ ഇപ്പം ആ കേസുമായി ബന്ധപ്പെട്ടൊന്നും വന്നതല്ല, മറ്റൊരു കാര്യം സംസാരിക്കാനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം വേദ എടുത്തിരിക്കാനൊക്കെ പറയുന്നുണ്ട്. അന്ന് വരുണിൻ്റെ കൊലപാതകമായി വിക്രത്തിന് വല്ല ബന്ധവും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീനി സാർ പറയാണ്, ഒരിക്കലുമില്ല, ഞാൻ വരുണിനെ കൊല്ലുന്ന കാര്യം വിക്രത്തിനടുത്ത് പറഞ്ഞിട്ടുമില്ല, വിക്രം അത് ചെയ്തിട്ടുമില്ല, പിന്നെ എന്നോട് പറയാതെ അവൻ ഒരു കാര്യവും ചെയ്യത്തുമില്ല, അത് ഉറപ്പാണ്, അവൻ ചെയ്തിട്ടില്ല എന്ന് ശ്രീനി സാർ പറയാണ്. അപ്പോൾ വേദ പറയാണ്, അത് എനിക്കും ഉറപ്പാണ്, വിക്രം അങ്ങനൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്, വിക്രം എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വിക്രത്തിന് പുറത്തിറങ്ങണമെങ്കിൽ ആ പുളിക്കനെ കണ്ടെത്തണം. അവനറിയായിരിക്കും സത്യം. വിക്രമാണ് അന്ന് വരുണിനെ കുത്തുന്നത് കണ്ടത് പുളിക്കനല്ലേ. അപ്പം പുളിക്കൻ ഇനി കള്ളം പറഞ്ഞാണോ വിക്രം അവിടെ വന്നത്, പുളിക്കൻ എങ്ങനെ മനസ്സിലായി എന്നൊക്കെ പുളിക്കനെ കണ്ടാലേ നമുക്കറിയാൻ കഴിയത്തുള്ളൂ എന്ന് വേദ പറയുകയാണ്. അപ്പോൾ ശ്രീനി സാർ പറയാണ്, ഞങ്ങളെല്ലാം അവനെ തിരക്കി നടക്കുകയാണ്. അപ്പോൾ ജോസഫും
അതേപോലെ തന്നെ രാജേട്ടനൊക്കെ ഉണ്ട്. അപ്പം രാജേട്ടൻ പറയുന്നുണ്ട്, ഞങ്ങളും അവനെ തിരക്കി നടക്കുന്നുണ്ട്, പക്ഷേ അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. അവന് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവനെ പിടിക്കുമെന്ന് അവന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്ന് ശ്രീനി സാറും രാജേട്ടനൊക്കെ പറയുന്നുണ്ട്. അപ്പം വേദ പറയുന്നുണ്ട്, ഈ ഒരു സഹായമെങ്കിലും നിങ്ങൾ ഇപ്പം വിക്രത്തിന് വേണ്ടി ചെയ്യണം. കാരണം ഇത്രയും നാൾ അയാളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഹോമിച്ചതാണ്. ഈ ഒരു സഹായമെങ്കിലും നിങ്ങൾ ചെയ്യണം. എത്രയും പെട്ടെന്ന് തന്നെ ആ പുളിക്കനെ കണ്ടെത്തി ഇതിൽ നിന്നും വിക്രത്തെ മോചിപ്പിക്കണം എന്ന് വേദ പറയാണ്. ഇത്രയും നാൾ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച ആളല്ലേ എന്ന് വേദ പറയാണ്. അപ്പോൾ ശ്രീനി സാർ പറയാണ്, വേദ പറഞ്ഞില്ലെങ്കിലും പുളിക്കനെ ഞങ്ങൾ കണ്ടെത്തും, വിക്രത്തെ പുറത്തിറക്കുകയും ചെയ്യും എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, പുളിക്കനെ കണ്ടെത്തി സത്യം പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ വിക്രത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വിക്രം ഇപ്പോഴെങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ വാസവനെ ആൾക്കാർ കൊല്ലും, അതുറപ്പാണ് എന്ന് വേദ പറയാണ്. അപ്പോൾ ശ്രീനി സാർ പറയാണ്, വേദ പേടിക്കണ്ട, വിക്രത്തിന് ഒരാപത്തും ഉണ്ടാവത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സത്യം ഞങ്ങൾ പുറത്ത് കൊണ്ടുവരുമെന്ന് ശ്രീനി സാർ വേദയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ വേദ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശ്രീനി സാറാണെങ്കിൽ രാജേട്ടൻ്റെ അടുത്ത് ജോസഫിൻ്റെ അടുത്ത് പറയാണ്, എത്രയും പെട്ടെന്ന് പുളിക്കനെ കണ്ടെത്തണം. വേദ പറഞ്ഞതുപോലെ പുളിക്കനെ കണ്ടെത്തി സത്യം നമ്മൾ മനസ്സിലാക്കി പുറത്ത് കൊണ്ടുവന്നാലേ വിക്രത്തിന് ഈ കേസിൽ നിന്ന് ഊരാൻ പറ്റൂ. ഇല്ലെങ്കിൽ വിക്രത്തിനും കുഴപ്പമാണ്. അതേപോലെ എൻ്റെ ഈ വരുന്ന ഇലക്ഷനും ഇത് ബാധിക്കുമെന്ന് ശ്രീനി സാർ പറയുകയാണ്. അങ്ങനെ എല്ലാവരും ആലോചിക്കുകയാണ്. പുളിക്കനെ കണ്ടെത്താനുള്ള പരമാവധി ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. ശ്രീനി സാർ പറയാണ്, എവിടെ തപ്പിയാലും 24 മണിക്കൂറിനകം അവനെ കണ്ടെത്തണമെന്നും പറഞ്ഞ് ഊർജ്ജമായ അന്വേഷണം നടത്തുകയാണ്. അന്വേഷണത്തിന് ഒടുവിൽ പുളിക്കനെ കണ്ടെത്തുന്നുണ്ട്. ആരും കാണാതെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഒളിച്ചിരുന്നെയാണ്. പുറത്തൊന്നും ഇറങ്ങാതെ പേടിച്ചിരിക്കുകയാണ്. ആരുടെ മുന്നിൽപ്പെട്ടാലും മരണം ഉറപ്പാണെന്ന് പുള്ളിക്കനറിയാം. അതുകൊണ്ട് ഒളിച്ചിരുന്നതാണ്. അങ്ങനെ ശ്രീനി സാറിൻ്റെ ആൾക്കാർ പിടിച്ച് ശ്രീനി സാറിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പം കാണുമ്പോഴേ ശ്രീനി സാറെ പുള്ളിക്കനായിട്ട് 5-6 തല്ലുന്നുണ്ട്. അപ്പം നീയാണോടാ അന്ന് കണ്ടത് വിക്രമാണ് കുത്തുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കൻ പറയുകയാണ്, എനിക്ക് വിക്രത്തെ പോലെ തോന്നി എന്ന് പറയാണ്. പക്ഷെ നീ എല്ലായിടത്തും പറഞ്ഞത് വിക്രമാണെന്നാണല്ലോ. നിനക്കറിയാം ഇതിൻ്റെ ഇടയ്ക്ക് ആരാ കളിച്ചതെന്ന്. നീ അന്ന് രാത്രിയിൽ വിക്രം വാസവൻ്റെ പിടിയിലാവുന്നതിന് മുമ്പുള്ള നിന്നെ ആ വഴിയിലിട്ട് അവന്മാർ പിടിച്ചിരുന്നു. അന്ന് നീ വിക്രത്തിനോട് പറഞ്ഞായിരുന്നു നിന്നെക്കൊണ്ട് ഇതാരോ ചെയ്യിപ്പിച്ചതെന്ന്. നിന്നെക്കൊണ്ട് ആരാ ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കൻ പറയുന്നില്ല. അവസാനം എല്ലാവരും കൂടെ എടുത്തിട്ട് പുള്ളിക്കനെ ഇരിക്കുന്നുണ്ട്. അവസാനം പുള്ളിക്കൻ പറയാണ്, ഞാൻ പറയാം എന്ന് പറയാണ്. എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ശ്രീകാന്താണ്, വിക്രത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ ശ്രീകാന്ത്. അപ്പം ശ്രീനി സാർ ഞെട്ടുകയാണ്. ശ്രീകാന്ത് തന്നെ ഇത് ചെയ്യുന്നത്? അത് ശ്രീകാന്തിൻ്റെ അനിയത്തിയും ഈ വരുണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അപ്പം ആ വരുണിനെ കൊല്ലാൻ വേണ്ടി വിക്രത്തെ ബലിയാടാക്കിയതാണ്. അപ്പം വിക്രവും അതുപോലെ വരുണും ഇല്ലാതാവും. ഇലക്ഷൻ്റെ ഇടയ്ക്കാവുമ്പോൾ അതൊരു പാർട്ടി ബേസിൽ അങ്ങ് പോവും. ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോവും. വരുണിൻ്റെ കൊലപാതകം വിക്രത്തിൻ്റെ തലയിലുമാവും. വിക്രത്തെ അപ്പോൾ വാസവൻ്റെ ആൾക്കാർ കൊന്നോളും. ഇതൊക്കെയാണ് ശ്രീകാന്തിൻ്റെ ഉദ്ദേശമെന്ന് പുളിക്കൻ ശ്രീനിവാസനോട് പറയുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്രീനിവാസൻ പറയാണ്, ആഹാ, ഇത് നല്ല ബുദ്ധിയാണല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ ഇത്ര വലിയൊരു കളി കളിച്ചോ എന്ന് പറയുകയാണ്. ഇത് വേദയെ വിളിച്ചറിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനി സാറ് വേദയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വേദ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പം ശ്രീനി സാറ് പറയാണ്, വേദേ, ഒരു കാര്യം പറയാനുണ്ട്. ആ പുളിക്കനെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം വേദയാണെങ്കിൽ അങ്ങ് ഞെട്ടുവാണ്. കിട്ടിയോ? അവൻ എന്താ പറഞ്ഞത്? ആരാണ് ഇതിൻ്റെ പിന്നിലെന്നാ പറഞ്ഞത് എന്ന് വേദ ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. അപ്പം ശ്രീനി സാറ് പറയാണ്, അത് കേട്ടാലാണ് ഞെട്ടുന്നത്. അത് വേദയുടെ സഹോദരൻ ശ്രീകാന്താണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദ ഞെട്ടുകയാണ്. ശ്രീയേട്ടനോ? ആ, ശ്രീയേട്ടൻ തന്നെ. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വേദ ഇങ്ങനെ സംശയത്തോടെ ചോദിക്കുമ്പം ശ്രീനി സാറ് പറയാണ്, അത് അയാൾക്ക് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. അയാളുടെ സഹോദരിമാരുടെ ജീവിതത്തിൽ നിന്നും വരുണിനെയും വിക്രത്തെ ഒഴിവാക്കുക. അതിനു വേണ്ടിയാണ് ഈ കളി ഇത്രയും കളിച്ചത്. വരുണിനെ കൊന്ന കുറ്റം വിക്രത്തിൻ്റെ തലയിലാക്കുമ്പോൾ വരുണിൻ്റെ അച്ഛൻ വാസവൻ തന്നെ വിക്രത്തെയും കൊല്ലും. അങ്ങനെ 2 പേരും ഒഴിവാകും. അതാണ് ശ്രീകാന്തിൻ്റെ ഉദ്ദേശം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദ ആകപ്പാടെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയ്ക്ക് ബുദ്ധിപരമായി ശ്രീകാന്ത് ഈ കളി നടത്തിയതെന്ന് ശ്രീനിവാസൻ വേദയെടുത്ത് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വേദ ആകപ്പാടെ ഞെട്ടിയിരിക്കുകയാണ്. ശ്രീനി സാർ പറയാണ്, ഇപ്പം അവനെ പിടിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. ഇതറിഞ്ഞപ്പം ആദ്യം വേദയെ വിളിച്ച് പറയണമെന്ന് തോന്നി, അതാണ് വിളിച്ചത്. ഇനി ബാക്കിയുള്ള കാര്യം കൂടെ അറിഞ്ഞിട്ട് ഞാൻ പതുക്കെ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്രീനി സാർ അങ്ങ് ഫോൺ വെക്കുകയാണ്. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഞെട്ടലിൽ നിൽക്കുകയാണ് വേദ.